ജൂൺ 2 ക്ലാസ് തുടങ്ങുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വന്നുള്ളത്. ഷമീം സാർ ആ കാര്യം പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജൂൺ 2 നമുക്ക് സ്കൂൾ തുറക്കും, പ്രവേശനോത്സവമൊക്കെ ഗംഭീരമായിട്ട് നടത്തും എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജൂൺ 2 ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോകുന്നില്ല. ആദ്യത്തെ 2 ആഴ്ച മറ്റൊരു പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് പദ്ധതി എന്നുള്ളത് ഷമീം സാർ പറഞ്ഞുതരാം. അപ്പോൾ ക്ലാസ് ഇല്ല, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടി ആദ്യത്തെ 2 ആഴ്ച പോകുന്നില്ല. അപ്പോൾ പലർക്കും ആശങ്കയുണ്ടാവും, ഈ 2 ആഴ്ചത്തെ ക്ലാസ്സിന് എന്ത് ചെയ്യും? അതായത് ഓണപ്പരീക്ഷയ്ക്ക് അധിക സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ റിവിഷൻ നടത്തണം, എക്സാംസ് നടത്തണം, പഠിക്കണം, ഒരുപാട് നോട്ട് എഴുതണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ മുന്നിലേക്ക് വരും അല്ലേ. പക്ഷെ അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് മക്കളെ, എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ 2 ആഴ്ചത്തെ ഈ ജൂൺ 2 മുതലുള്ള ആ ദിവസങ്ങൾ നടക്കുന്ന സ്കൂളിൽ നടക്കുന്ന ആ ഒരു പ്രോഗ്രാം വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം തന്നെയാണ്. ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കുക തന്നെ വേണം. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനെല്ലാവിധ പിന്തുണയും എക്സാമിനറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, ഷമീം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ മിസ്സാകുമ്പോൾ ആ ഒരു വിഷയം അല്ലേ, ക്ലാസ്സുകൾ മിസ്സാവും. 2 ആഴ്ചത്തെ ക്ലാസ് പറഞ്ഞാൽ ചെറുതൊന്നല്ല. അതിന് നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, എക്സാമിനർ നിങ്ങളുടെ കൂടെ ഇല്ലേ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം, ലൈവായിട്ട് പഠിക്കാം. ഓക്കെ, ലൈവായിട്ട് തന്നെ നമുക്ക് ഓരോ ബാച്ചിലും 6ാം ക്ലാസ് മുതൽ +2 വരെ നമുക്ക് ബാച്ചുകൾ അവൈലബിൾ ആണ്. നമുക്ക് ലൈവായിട്ട് പഠിക്കാം. അതുകൂടാതെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. PDF നോട്ടുകളും അതുപോലെ മോഡൽ എക്സാംസും വർക്ക്ഷീറ്റും ഒക്കെ നമ്മുടെ ഓരോ ബാച്ചിൻ്റെയും ഫീച്ചറാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് സെറ്റൊക്കെ എന്ത് ചെയ്യാം, വാങ്ങാവുന്നതാണ്. എന്തിനും നിങ്ങൾ ഈ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. നിങ്ങൾ പാരൻസിനോട് പറയുക, എക്സാമിനറിൽ ഇങ്ങനെ ബാച്ച് ഉണ്ട്, 6ാം ക്ലാസ് മുതൽ +2 വരെ ബാച്ച് ഉണ്ട്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിനനുയോജ്യമായിട്ടുള്ള ആ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കത് വേസ്റ്റ് ആയി പോകില്ല. വളരെ ബെസ്റ്റ് തീരുമാനമായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് മക്കൾക്കാണ് ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടും അതുപോലെ തന്നെ SSLC റിസൾട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരുപാട് കുട്ടികളാണ് ഫുൾ മാർക്കും ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ടുള്ളത്. ആ ഒരു കൂട്ടത്തിലേക്ക് നിങ്ങൾക്കും ആവാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്തത് ഒരിക്കലും നിങ്ങൾക്കൊരു മോശം തീരുമാനമായിട്ട് പിന്നീട് തോന്നില്ല, റിഗ്രറ്റ് ചെയ്യൂല. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അഭിമാനം ഉണ്ടാവുള്ളൂ. കാരണം കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ ഈ ഒരു 14 ദിവസത്തെ, അതായത് ജൂൺ 2 മുതലുള്ള ഒരു 2 ആഴ്ചത്തെ ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. യൂട്യൂബിൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, യൂട്യൂബിൽ ഫുൾ സിലബസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള മാരത്തോണുകളും 1 ഷോട്ട് ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബാച്ചിലായിരിക്കും. ഓക്കെ, കാരണം അവർ ഫീസ് കൊടുത്ത് പഠിക്കല്ലേ. കംപ്ലീറ്റ്ലി യൂട്യൂബിൽ തന്നു കഴിഞ്ഞാൽ ഫീസ് കൊടുക്കുന്നവർ പൊട്ടന്മാരായി പോകില്ലേ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ബാച്ചിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക. ക്ലാസ്സുകളും അതുപോലെ എക്സാംസും വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യും. യൂട്യൂബിലെ ക്ലാസ്സുകൾക്ക് പരിമിതി ഉണ്ട് എന്നുള്ളത് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, യെസ്. അപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ 2 ആഴ്ച എന്താണ് പരിപാടി? വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്കൂളുകൾ തുറന്നാൽ അല്ലേ, സ്കൂളുകൾ തുറന്ന 2 ആഴ്ച പുസ്തകം അടച്ചു വെച്ചുള്ള പഠനം മാർഗരേഖ ഉടൻ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യ ആഴ്ചകളിൽ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയുള്ള പഠനത്തിന് നിർദ്ദേശം. ജൂൺ 2 സ്കൂളുകൾ തുറന്നാൽ 2 ആഴ്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടത്തുക. വിദ്യാർത്ഥികളിൽ അക്രമവാസന, ലഹരി ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്ലാസുകൾ. ലഹരി ഉപയോഗം തടയൽ, അക്രമവാസന തടയൽ, വാഹന ഉപയോഗം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, വൈകാരിക നിയന്ത്രണം ഇല്ലായ്മ, പൊതുമുതൽ നശീകരണം ഒഴിവാക്കുക, ആരോഗ്യ പരിപാലനം, നിയമബോധവൽക്കരണം, മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി, ഡിജിറ്റൽ ഡിസിപ്ലിൻ, ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകുക. തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ് അല്ലേ. നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിക്കാം. അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ സുഹൃത്ത് തന്നെ ആയിരിക്കാം. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലായിരിക്കും വഴക്കുണ്ടാവുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രോൾ വിട്ടുപോകുന്നു. അവനെ അവനെ ഉപദ്രവിക്കണം എന്നോ ഒന്നും വിചാരിച്ച്, അവനെ കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാവില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പല കുട്ടികൾക്കുള്ള പ്രശ്നം അതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയാണെങ്കിലും കോഴിക്കോട് വെച്ചിട്ടുള്ള ആ ഒരു കൊലപാതകമാണെങ്കിലും അല്ലേ, അതെല്ലാം നമ്മുടെ ഒരു നിമിഷത്തെ ഒരു കൺട്രോള് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ലഹരിൻ്റെ കേസാണെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണെങ്കിലും അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഒരു കൺട്രോൾ കൊണ്ടുവരാണ്ട് അല്ലേ? ലഹരി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യും, ലഹരി ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. മക്കളൊന്നും അത്തരം ഒരു തിന്മയിലേക്കൊന്നും ആരും പോകരുത്. അപ്പോൾ സമൂഹത്തിൽ ഒരു നന്മയുള്ള അല്ലെങ്കിൽ ഒരു നല്ല യുവതയെ, നല്ല ജനതയെ പടുത്തുയർത്തണമെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ അത്യാവശ്യമാണ് അല്ലേ? നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ അങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകളാണ്. ആ നെഗറ്റീവ് ന്യൂസുകളൊക്കെ നമുക്ക് ഇല്ലാതാക്കണം. നല്ല നല്ല ന്യൂസുകൾ പുറത്തു വരണം അല്ലേ? നല്ല നല്ല വാർത്തകളാണ് പുറത്തു വരേണ്ടത്. നിങ്ങളൊക്കെ വിജയത്തിലെത്തുന്ന, റാങ്ക് വാങ്ങുന്ന, അതുപോലെ മാതൃകാ വിദ്യാർത്ഥികളായി മാറുന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വരേണ്ടത്. അത്തരം വാർത്തകൾ പുറത്തു വരണമെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 2 ആഴ്ചത്തെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. സ്കൂള് ക്ലാസ് എന്തായാലും പഠിപ്പൊന്നും ഇല്ലല്ലോ, വെറുതെ പോകുന്ന എന്തിനാ എന്ന് വിചാരിച്ച് ആരും ലീവ് എടുക്കാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും ഓരോ കുട്ടികളും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. പാരൻസ് അത് എൻഷുർ ചെയ്യണം. അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ, ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ഓക്കെ, യെസ്. പോലീസ്, എക്സൈസ്, ബാലാവകാശ കമ്മീഷൻ, സോഷ്യൽ ജസ്റ്റിസ്, NHM, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, SCERT, കൈറ്റ്, SSK എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ നടക്കുക. ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ഒഴിവാക്കി 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലാണ് ഈ പാഠ്യപദ്ധതി നൽകുക. ആദ്യ 2 ആഴ്ചത്തെ ക്ലാസ്സുകൾക്ക് ശേഷം പാഠപുസ്തകങ്ങളുടെ പഠനം ആരംഭിക്കും. ജൂലൈ 18 മുതൽ ഒരാഴ്ചയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. ഇതിൻ്റെ മാർഗ്ഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുകയാണ്. അതായത് ജൂലൈ 18 മുതൽ ഒരാഴ്ച വീണ്ടും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല തുടക്കമാവട്ടെ. നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ജനതയെ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ക്ലാസ്സുകൾ നഷ്ടമാവുന്നതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ബാച്ചിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ. എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓണപരീക്ഷയെക്കുറിച്ചോ ക്രിസ്മസ് എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ കൊല്ലപ്പരീക്ഷയെക്കുറിച്ചോ ആലോചിച്ചൊന്നും നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പറ്റാറ്റ, ബൈ ബൈ.